ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഹോപ്പ് യു ഡൂയിങ് വെൽ. അപ്പോൾ നമ്മൾ 2 ആഴ്ച മുമ്പ് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വയലിൽ സോക്ക് ചെയ്തത്. അപ്പോൾ സോക്ക് ചെയ്തത് കുറച്ച് ബാക്കിയുണ്ട്, നമ്മൾ മുഴുവനായിട്ട് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു കേക്ക് കൊണ്ട് ഉണ്ടാക്കാം. അതോടൊപ്പം ഞാൻ ഇതിൽ 3 ബനാനാസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് ചേഞ്ചസ് വേണമല്ലോ. പിന്നെ ഇവിടെ ഓറഞ്ച് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് ഓറഞ്ചിൻ്റെ സ്കിൻ ഉണ്ടല്ലോ അത്, പിന്നെ അതിൻ്റെ തന്നെ സെയിം ജ്യൂസ് എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യൂസിൽ ഈ കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ഇത് നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്യാം. അപ്പോൾ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തതും നമ്മൾ വൈനിൽ സോക്ക് ചെയ്ത ഫ്രൂട്ട്സും കൂടി രണ്ടും കമ്പൈൻ ചെയ്ത് നമുക്ക് വേറൊരു വേറൊരു കേക്ക് കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും നോക്കാം. ജ്യൂസിൽ ഈ കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ഇത് നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്യാം. നല്ല സോക്ക് ചെയ്തല്ല അതില്ലേ അല്ല. സോ ദെൻ സ്പൈസസ് ആഡ് ചെയ്യാം. സോ നട്ട്മൺ, ക്ലൗൺ, സിനമൺ. നമുക്കിത് ജസ്റ്റ് പൗഡർ ആക്കാം. സോ ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. സ്പൈസ് ആൻഡ് ഷുഗർ. സോ ദിസ് ഈസ് ഇറ്റ്. അവിടെ സ്പൈസ് ആൻഡ് ഷുഗർ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ബനാന സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആസ് യൂഷ്വൽ 4 eggs. 1 2 3 and 4. ഇതിൽ ബനാനയും എഗ്സ് ആഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ദെൻ ബട്ടർ. Then we can add flour. Then our soak. Then our orange skin. Then our orange soaked. അപ്പോൾ നമ്മൾ വൈൻ സോക്ക് ചെയ്തത് ആഡ് ചെയ്ത് ഓറഞ്ച് സോക്ക് ചെയ്തത് ആഡ് ചെയ്ത്. ഇത് ബനാന അല്ല കേട്ടോ, ഇത് ഫിഗില്ലേ, ഈ ഡ്രൈ ഫിഗ് അത്. ഇത് ഡ്രൈ ഗ്രേപ്പ്, പിന്നെ കിവി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും യൂസ് ചെയ്യുക, ഇന്നത് വേണമെന്നൊന്നുമില്ല. സോ അവർ ഓൾമോസ്റ്റ് ബാറ്റർ ഈസ് റെഡി. ദെൻ റിമൈനിങ് ഓൺലി വാനില എസൻസ് ആൻഡ് ബേക്കിംഗ് പൗഡർ ആൻഡ് ബേക്കിംഗ് സോഡ. ദെൻ നമുക്ക് കുറച്ചും കൂടി നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് ചേർക്കാം. ഓ, മാനുവൽ വിസ്കിങ് ഈസ് സോ ഡിഫിക്കൽട്ട് മാൻ. സോ ബേക്കിംഗ് സോഡ, baking powder and the vanilla essence. So blend again. Then add our spices and sugar. ഇത് നമ്മൾ മങ്ക്, ക്ലൗൺ, സിനമൺ എല്ലാം പൊടിച്ച് പൗഡറാക്കിയില്ലേ, അതും പിന്നെ ഷുഗറും കൂടി പൗഡറാക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ രണ്ടും ചേർത്ത് കൊടുക്കുക. നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം. സോ ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞപ്പോൾ ആ റിയൽ സ്മെല്ലായി. സോ ദെൻ കുറച്ച് വാൽനട്ട് ഉണ്ട്. ബനാന ചേർത്തേക്കുന്നതുകൊണ്ട് വാൽനട്ടാണ് അവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് നട്ട്സ് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് കുറച്ച് ഡ്രൈ ഗ്രേപ്പും കിവിയും ഈ നട്ട്സൊക്കെയാണ്. ഇത് ലാസ്റ്റ് ഇതിൻ്റെ മേളിൽ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതായത് ഇത് ഇപ്പിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനകത്ത് ഉള്ളിലോട്ട് പോകും. അപ്പോൾ നമ്മൾ കുറച്ച് ബേക്കായി കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നിൽക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലെറ്റ്സ് ട്രൈ. എനിവേ പ്ലം കേക്ക് ഒന്നും ഇവിടെ കിട്ടില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പ്ലം കേക്ക്
എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മിഡിൽ ഈസ്റ്റിലോട്ടൊക്കെയാണ്. ഇവിടെ ഞാൻ അന്വേഷിച്ചിട്ട് പ്ലം കേക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ എന്തായാലും വൺ ടൈം ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. സോ ദിസ് ഈസ് മൈ തേർഡ് ടൈം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി അത് നമുക്ക് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. സോ ഗൈസ്, ട്രൈ ഇറ്റ് ഇൻ വൺസ് ദെൻ അമേസിങ്. സോ നമ്മുടെ ബാറ്റർ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബട്ടർ പേപ്പറിലോട്ട് മാറ്റാം. സോ സോഫ്റ്റാണ്, നോ പ്രോബ്ലം. ഇത് കുറച്ച് ബേക്കായി വന്നപ്പോഴാണ് ഇതിൻ്റെ മേളിൽ ടോപ്പിംഗ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഫ്രൂട്ട്സൊക്കെ. എനിവേ, മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.